കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2-3 തരത്തിലുള്ള സെൻറ്റൻസുകൾ പറഞ്ഞു. അതിനകത്ത് 8 സബ്ജക്റ്റുകളും പറഞ്ഞു. ഇനി അതിനകത്ത് നമ്മൾ അടുത്ത ടെൻസിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് നിങ്ങൾ നോക്കാൻ. അപ്പോൾ 3 കാലങ്ങളാണുള്ളത്. നമുക്കറിയാം എന്താ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള കാര്യത്തെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കുന്നത് പ്രസൻറ്റും, രാവിലെ കഴിഞ്ഞ കാര്യം പാസ്റ്റും, ഫ്യൂച്ചർ രാത്രിയിലുള്ള കാര്യം ഫ്യൂച്ചറുമാണ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഐ റൈറ്റ് എ ലെറ്റർ, യു റൈറ്റ് എ ലെറ്റർ, ദേ റൈറ്റ് എ ലെറ്റർ എന്നൊക്കെ പറയാം. അതായത് എഴുതുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ, എഴുതുന്നു. അപ്പം അത് പ്രസൻറ്റ് ടെൻസ്. ഇനി പാസ്റ്റ് ആണെങ്കിൽ കഴിഞ്ഞ കാലം, എഴുതി. ഐ റോട്ട്, ഞാൻ എഴുതി. എ ലെറ്റർ എന്ന് വേണമെങ്കിൽ ബാക്കി എഴുതുക. അതേപോലെ യു റോട്ട്, നീ എഴുതി. അതുപോലെ ഹീ റോട്ട് എ ലെറ്റർ, അവനൊരു ലെറ്റർ എഴുതി. ഇത് പാസ്റ്റാണ്. ഇത് ചെയ്യുന്നു, ഇത് ചെയ്തു. ഇനി ഇതെന്തോ ചെയ്യും എന്നുള്ളതിൻ്റെ കൂടെ വില്ല് ചേർത്താണ് പറയുന്നത്. വില്ലോ ഷാളോ ഉപയോഗിക്കാം. ഓക്കെ. ഐ വിൽ റൈറ്റ് എ ലെറ്റർ, യു വിൽ റൈറ്റ് എ ലെറ്റർ, ദേ വിൽ റൈറ്റ് എ ലെറ്റർ. ഞാൻ പറഞ്ഞല്ലോ 8 സബ്ജക്റ്റ്, 8 പേരുണ്ടെന്ന്, 8 വ്യക്തികളെ ഓർമ്മയുണ്ടല്ലോ. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, പിന്നെ ഒരു നെയിം. അത് ഓർത്ത് വേണം നിങ്ങൾ ഈ സെൻറ്റൻസ് പറയാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും വില്ല് ചേർത്താൽ അത് ഫ്യൂച്ചറിലുള്ള ടെൻസായി. വില്ലില്ലാതെ V2 ഫോം അറിയാമല്ലോ. V2 ഫോം ഉപയോഗിച്ചാൽ പാസ്റ്റായി. V1 ഫോം ഉപയോഗിച്ചാൽ എന്തായി? പ്രസൻറ്റായി.